ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജിൻസീസ് അക്കാഡമി. ഇന്നലെ വീട്ടിൽ കറണ്ട് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് എനിക്ക് ക്ലാസ് അപ്ലോഡ് ചെയ്യാൻ പറ്റാതിരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം ഇന്നത്തെ ക്ലാസ്. നമ്മൾ 7ാം ക്ലാസ്സിൽ സയൻസ് ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. പതനകോണും പ്രതിപതന കോണും തമ്മിലുള്ള ബന്ധം. പതനകോണും പ്രതിപതന കോണും എപ്പോഴും തുല്യമായിരിക്കും. പതനകോണും പ്രതിപതന കോണും തമ്മിലുള്ള ബന്ധം എന്താണ്? പതനകോണും പ്രതിപതന കോണും തുല്യമായിരിക്കും. പതനകോൺ 30 ഡിഗ്രി ആണെങ്കിൽ പ്രതിപതന കോണും എന്ത് തന്നെയായിരിക്കും? 30 ഡിഗ്രി തന്നെയായിരിക്കും. പതനകോൺ 30 ഡിഗ്രി ആണെങ്കിൽ പ്രതിപതന കോണും 30 തന്നെയായിരിക്കും. പ്രതിബിംബങ്ങളിൽ പാർശ്വഭാഗം വിപരീത ദിശയിൽ കാണപ്പെടുന്നതിനെയാണ് ഡാഷ് എന്ന് പറയുന്നത്. എന്താണ്? പാർശ്വിക വിപര്യം. പാർശ്വിക വിപര്യം. ഒന്നും കൂടെ ക്വസ്റ്റ്യൻ പറയാം. അതിൻ്റെ ഉദാഹരണമാണ് കണ്ണാടി കേട്ടോ. കണ്ണാടി. പ്രതിബിംബങ്ങളിൽ പാർശ്വഭാഗം വിപരീത ദിശയിൽ കാണപ്പെടുന്നതിനെയാണ് ഡാഷ് എന്ന് പറയുന്നത്. പാർശ്വിക വിപര്യം. പാർശ്വിക വിപര്യം. ഉദാഹരണം കണ്ണാടി. ആറന്മുള കണ്ണാടി നിർമ്മിച്ചിരിക്കുന്നത് ലോഹക്കൂട്ട് ഉപയോഗിച്ചാണ്. ആറന്മുള കണ്ണാടിയിൽ ലഭിക്കുന്ന പ്രതിബിംബത്തിന്റെ പ്രത്യേകത എന്താണ്? സാധാരണ ദർപ്പണത്തെക്കാൾ വ്യക്തമായ പ്രതിബിംബം ലഭിക്കുന്നു. അതാണ് അതിൻ്റെ പ്രത്യേകത. സമതല ദർപ്പണത്തിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? വസ്തുവിന്റെ വലുപ്പം തന്നെയായിരിക്കും പ്രതിബിംബത്തിനും. വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലവും ദർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള അകലവും തുല്യമാണ്. പ്രതിബിംബത്തിന് പാർശ്വിക വിപര്യം സംഭവിച്ചിരിക്കും. അപ്പോൾ എന്തൊക്കെയാണ് സമതല ദർപ്പണത്തിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തിന്റെ സവിശേഷതകൾ? വസ്തുവിന്റെ വലുപ്പം തന്നെയായിരിക്കും പ്രതിബിംബത്തിനും. വസ്തുവിനും ദർപ്പണത്തിനും തമ്മിലുള്ള അകലവും ദർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള അകലവും തുല്യമാണ്. പ്രതിബിംബത്തിന് പാർശ്വിക വിപര്യം സംഭവിച്ചിരിക്കും. ഇത്തരം കാര്യങ്ങളാണ് സമതല ദർപ്പണത്തിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തിന്റെ സവിശേഷതകൾ. ഇനി നമുക്ക് കോൺവെക്സ് ദർപ്പണത്തിന്റെ ഉപയോഗവും പ്രത്യേകത എന്താന്ന് നോക്കാം. കോൺവെക്സ് ദർപ്പണത്തിന്റെ ഉപയോഗം, പ്രത്യേകതകൾ. ഉപയോഗം എന്താണ്? വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവർക്ക് പിന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കാണാനുള്ള ദർപ്പണം ആണെന്ത്? കോൺവെക്സ് ദർപ്പണം. പ്രത്യേകത എന്താണ്? വസ്തുക്കളുടെ ചെറിയ പ്രതിബിംബം ലഭിക്കുന്നു, കൂടുതൽ വിസ്തൃതി ദൃശ്യമാകുന്നു. അപ്പോൾ ഒന്നും കൂടെ പറയാം. കോൺവെക്സ് ദർപ്പണത്തിന്റെ ഉപയോഗം എന്ന് പറയുന്നത് വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവർക്ക് പിന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കാണാനുള്ള ദർപ്പണമാണ്. എന്താണ് പ്രത്യേകത? വസ്തുക്കളുടെ ചെറിയ പ്രതിബിംബം ലഭിക്കുന്നു, കൂടുതൽ വിസ്തൃതി ദൃശ്യമാകുന്നു. എന്താണ്? നമ്മൾ വണ്ടിയിൽ എല്ലാ വണ്ടികളിലും ഉണ്ടാവുമല്ലോ ബാക്ക് സൈഡ് നോക്കാൻ വേണ്ടിയിട്ട്. വണ്ടി ഓടിക്കുന്ന ഡ്രൈവർക്ക് പുറമേന്ന് വരുന്ന വണ്ടികളും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടുള്ള മിറർ. ആ മിററിനെയാണ് ഇവിടെ കോൺവെക്സ് ദർപ്പണമാണ് ഉപയോഗിക്കുന്നത്, ഉദ്ദേശിച്ചത് കേട്ടോ. അടുത്തത് കോൺകേവ് ദർപ്പണം. എന്തൊക്കെയാണ് ഉപയോഗം? ഷേവിംഗ് മിററായിട്ട് ഉപയോഗിക്കാം, ടോർച്ചിലെ റിഫ്ലക്ടറായിട്ട് ഉപയോഗിക്കാം. പ്രത്യേകത എന്താണ്? വലിയ പ്രതിബിംബം ഉണ്ടാക്കാനുള്ള കഴിവ്, പ്രകാശത്തെ സമാന്തരമായി പ്രതിഫലിപ്പിക്കാനുള്ള കഴിവ്. അപ്പോൾ ഒന്നും കൂടെ പറയാം. കോൺകേവ് ദർപ്പണത്തിൻ്റെ ഉപയോഗം എന്താണ്? ഷേവിംഗ് മിററായിട്ട് ഉപയോഗിക്കുന്നു, ടോർച്ചിലെ റിഫ്ലക്ടറായിട്ട് ഉപയോഗിക്കുന്നു. എന്തൊക്കെയാണ് പ്രത്യേകതകൾ? വലിയ പ്രതിബിംബം ഉണ്ടാക്കാനുള്ള കഴിവ്, പ്രകാശത്തെ സമാന്തരമായി പ്രതിഫലിപ്പിക്കാനുള്ള കഴിവ്. അടുത്തത് നമുക്ക് സമതല ദർപ്പണത്തിൻ്റെ ഉപയോഗം എന്താണെന്ന് നോക്കാം. മുഖം നോക്കാൻ ഉപയോഗിക്കുന്നു. കാലിഡോസ്കോപ്പ് നിർമ്മിക്കുന്നതിനും സമതല ദർപ്പണമാണ് ഉപയോഗിക്കുന്നത്. എന്താണ് പ്രത്യേകത? വസ്തുവിന് സമാനമായ പ്രതിബിംബം, ആവർത്തന പ്രതിപതനം. അപ്പോൾ ഞാൻ ഒന്നും കൂടെ സമതല ദർപ്പണം പറയാം. എന്താണ് ഉപയോഗം? മുഖം നോക്കാൻ ഉപയോഗിക്കുന്നു, കാലിഡോസ്കോപ്പ് നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്നു. എന്താണ് പ്രത്യേകത? വസ്തുവിന് സമാനമായ പ്രതിബിംബം, ആവർത്തന പ്രതിപതനം. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് അവയുടെ ഉപയോഗങ്ങളും പ്രത്യേകതകളും ഒക്കെ. ഇനി പ്രതിപദിക്കുന്ന പ്രതലം പുറത്തേക്ക് വളഞ്ഞ ദർപ്പണം ഏതാണ്? കോൺവെക്സ് ദർപ്പണം. പ്രതിപദിക്കുന്ന പ്രതലം പുറത്തേക്ക് വളഞ്ഞു നിൽക്കുന്നതാണ് കോൺവെക്സ്.
ജസ്റ്റ് ഇങ്ങനെ എന്തെങ്കിലും മനസ്സിലൊരു പിക്ചർ ഇട്ട് വെക്കുക. എക്സ് പോലെ വളഞ്ഞ് നിൽക്കുന്നത്, പുറത്തേക്ക് വളഞ്ഞ് നിൽക്കുന്നതാണ് കോൺവെക്സ്. കോൺവെക്സ് കോൺവെക്സ് പ്രതിപദിക്കുന്ന പ്രതലം പുറത്തേക്കാണ് വളഞ്ഞു നിൽക്കുന്നതാണ് കോൺവെക്സ്. പ്രതിപദിക്കുന്ന പ്രതലം ഉള്ളിലേക്ക് വളഞ്ഞ ദർപ്പണമാണ് കോൺകേവ്. കേവ് സി ഉള്ളിലേക്ക് വളഞ്ഞതാണോ, അങ്ങനെ എന്തെങ്കിലും ഒരു മനസ്സിലൊരു നിങ്ങൾ തന്നെ ഒരു പിക്ചർ വെക്കുക. പ്രതിപദിക്കുന്ന പ്രതലം ഉള്ളിലേക്ക് വളഞ്ഞ ദർപ്പണമാണ് കോൺകേവ്. കോൺകേവ് പ്രതിപദിക്കുന്ന പ്രതലം ഉള്ളിലേക്ക് വളഞ്ഞ ദർപ്പണമാണ് കോൺകേവ്. കേവ് കേവ് കോൺകേവ് ദർപ്പണം. സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയുന്ന പ്രതിബിംബത്തെ യഥാർത്ഥ പ്രതിബിംബം എന്ന് പറയുന്നു. സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയുന്ന പ്രതിബിംബത്തെ യഥാർത്ഥ പ്രതിബിംബം എന്ന് പറയുന്നു. ദർപ്പണത്തിനുള്ളിൽ കാണുന്നതും സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയാത്തതുമായ പ്രതിബിംബത്തെ മിഥ്യാപ്രതിബിംബം എന്ന് പറയുന്നു. ദർപ്പണത്തിനുള്ളിൽ കാണുന്നതും സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയാത്തതുമായ പ്രതിബിംബത്തെ മിഥ്യാപ്രതിബിംബം എന്ന് പറയുന്നു. യഥാർത്ഥ പ്രതിബിംബം ലഭിക്കുന്ന ദർപ്പണമാണ് കോൺകേവ് ദർപ്പണം. യഥാർത്ഥ പ്രതിബിംബം ലഭിക്കുന്ന ദർപ്പണം ഏതാണ്? കോൺകേവ് ദർപ്പണമാണ്. കോൺകേവ് യഥാർത്ഥ പ്രതിബിംബം ലഭിക്കുന്ന ദർപ്പണമാണ് കോൺകേവ് ദർപ്പണം. റോമൻ സൈന്യം സിറാക്കൂസ് പട്ടണത്തെ ആക്രമിച്ചപ്പോൾ കോൺകേവ് ദർപ്പണം ഉപയോഗിച്ച് സൂര്യരശ്മി കേന്ദ്രീകരിച്ച് ശത്രുക്കളുടെ കപ്പലുകൾ കരിച്ചു കളഞ്ഞ ശാസ്ത്രജ്ഞൻ ആരാണ്? ആർക്കിമീഡ്സ്. ഗ്രീസിലുള്ള ആർക്കിമീഡ്സ് ആണ്. ആർക്കിമീഡ്സ്. ഒന്നും കൂടെ പറയാം. റോമൻ സൈന്യം സിറാക്കൂസ് പട്ടണത്തെ ആക്രമിച്ചപ്പോൾ കോൺകേവ് ദർപ്പണം ഉപയോഗിച്ച് സൂര്യരശ്മി കേന്ദ്രീകരിച്ച് ശത്രുക്കളുടെ കപ്പലുകൾ കരിച്ചു കളഞ്ഞ ശാസ്ത്രജ്ഞനാണ് ആർക്കിമീഡ്സ്. മുങ്ങിക്കപ്പലുകളിൽ നിന്ന് ജലോപരിതലത്തിലുള്ള വസ്തുക്കളെ കാണാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് പെരിസ്കോപ്പ്. പെരിസ്കോപ്പ്. മുങ്ങിക്കപ്പലുകളിൽ നിന്ന് ജലോപരിതലത്തിലുള്ള വസ്തുക്കളെ കാണാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് പെരിസ്കോപ്പ്. അപ്പോൾ നമുക്കിതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് നാളെ എടുക്കാം കേട്ടോ. എല്ലാവരും നന്നായി പഠിക്കും മക്കളെ. അധികം ദിവസങ്ങൾ ഇനിയില്ല. എണ്ണി വെച്ചാൽ നവംബർ 7 എത്ര ദിവസം ഉണ്ടെന്ന് കൂട്ടി നോക്കിക്കോളുക. അപ്പോൾ ഇനി പല ഓട്ടക്കാരെയും നിങ്ങൾ കണ്ടിട്ടില്ലേ, അവസാനത്തെ ആ ഒരു സെക്കൻഡുകളായിരിക്കും ഓടി ആ ഫിനിഷിംഗ് പോയിൻ്റ് കംപ്ലീറ്റ് ചെയ്ത് ഫസ്റ്റ് മേടിക്കുക. അതുപോലെ നമ്മൾ ഇന്നലെ വരെ നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിലും സാരമില്ല. നിങ്ങൾക്ക് പഠിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നില്ല, വീട്ടിലെ സാഹചര്യങ്ങൾ ഒക്കെ നെഗറ്റീവായിരിക്കാം. ഇന്നലെ വരെ നിങ്ങൾ പഠിച്ചിട്ടില്ല, പോട്ടെ. ഇനിയുണ്ട് നിങ്ങളുടെ മുമ്പിൽ എണ്ണിയാൽ എടുക്കാവുന്ന 50 ദിവസങ്ങൾ. യു പിക്കാർക്ക് പ്രത്യേകിച്ചും. എൽ പിക്കാർക്ക് പിന്നെയും ഒരു 10-15 ദിവസം കൂടെ കിട്ടും. 10-12 ദിവസം സംതിങ് കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ യു പിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക. എണ്ണിയെടുത്താൽ നിങ്ങൾക്ക് 50 ദിവസം ഇനിയുണ്ട്. ഈ 50 ദിവസം മതി മക്കളെ. നന്നായിട്ട് ആത്മാർത്ഥതയോടെ പഠിക്കുകയാണെങ്കിൽ, സ്മാർട്ട് സ്റ്റഡി നടത്തിയാൽ ഈ 50 ദിവസം മതി നിങ്ങൾക്ക് കയറി പറ്റാൻ വേണ്ടി. അപ്പോൾ ഇനിയും സമയം വൈകിട്ടില്ല. ഇപ്പോൾ ഈ നിമിഷം തന്നെ പഠിച്ചു തുടങ്ങുക. ബെസ്റ്റ് വിഷേഴ്സ്. നിങ്ങൾ കാത്തിരുന്ന സ്വപ്ന ജോലി എത്രയും പെട്ടെന്ന് കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നാളെ കാണാം.